വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 8th സെമസ്റ്റർ റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സിൽ കോഡിംഗ് ആൻഡ് ടാബുലേഷൻ ഓഫ് ഡാറ്റ എന്ന 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കോഡിംഗ്? ഓരോ ക്വസ്റ്റ്യനും ഓരോ പോസിബിൾ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവും. ആ റെസ്പോൺസിനെ ഒരു കോഡ് യൂസ് ചെയ്ത്, അതായത് നമ്പറോ അല്ലെങ്കിൽ സിമ്പലോ ആയിരിക്കും, കോഡ് യൂസ് ചെയ്ത് അസൈൻ ചെയ്യുന്നതിനെയാണ് കോഡിംഗ് എന്ന് പറയുക. അത് ക്വാളിറ്റേറ്റീവ് ഡാറ്റേനെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. റെസ്പോൺസസിനെ ഒരു ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ആയിട്ടോ അനാലിസിസിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാറ്റ അനാലിസിസിലെ പ്രിലിമിനറി സ്റ്റെപ്പായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കോഡിംഗ്. കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് പോസിബിൾ ആയിട്ടുള്ള ഓരോ റെസ്പോൺസിനെയും ഒരു കോഡ് യൂസ് ചെയ്ത്, നമ്പർ ആവാം സിമ്പിൾ ആവാം, ഒരു കോഡ് യൂസ് ചെയ്ത് അസൈൻ ചെയ്യാം. അത് ക്വാളിറ്റേറ്റീവ് ഡാറ്റേനെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. റെസ്പോൺസസിനെ ഒരു ക്ലാസ് ആയിട്ടോ കാറ്റഗറീസ് ആയിട്ടോ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ഡാറ്റ അനാലിസിസിൽ ഒരു പ്രിലിമിനറി സ്റ്റെപ്പായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഡാറ്റ, അത് സർവേയിൽ നിന്നും എക്സ്പെരിമെൻറ്റ്സിൽ നിന്നും സെക്കൻഡറി സോഴ്സസ് നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള റോ ഡാറ്റേനെ റിഫൈൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യാം. ഡാറ്റേനെ കൺസൈസ് ചെയ്ത് ഇവാലുവേഷനും കൺക്ലൂഷനും വേണ്ടിയിട്ട് മീനിങ് ഫുൾ ആക്കുക. പിന്നെ ടു ഡിറൈവ് പാറ്റേൺസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, ആക്ഷൻസ്, ലൈക്ക് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് ടു ബ്രിങ് ഔട്ട് ദ എസെൻസ് ആൻഡ് മീനിങ് ഓഫ് റെസ്പോൺസസ് പ്രൊവൈഡഡ് ബൈ പാർട്ടിസിപ്പൻസ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 കോഡിങ്ങിൻ്റെ പർപ്പസ്. ഡെഫിനിഷൻ ഓഫ് കോഡ്. കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെൻറ്റൻസ്, ഫ്രേസ് അല്ലെങ്കിൽ പാരഗ്രാഫിൻ്റെ മീനിങ്ങോ കണ്ടസ്റ്റോ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് വേർഡ്, ഫ്രേസ് അല്ലെങ്കിൽ നമ്പർ, അതിനെയാണ് കോഡ് എന്ന് പറയുക. പ്രോസസ് ഓഫ് ഡാറ്റ കോഡിംഗ്. ഡാറ്റ കോഡിങ്ങിൽ 2 ടൈപ്പ് കോഡ്സ് ആണുള്ളത്. പ്രിലിമിനറി കോഡ്സും ഉണ്ട്, ഫൈനൽ കോഡ്സും ഉണ്ട്. പ്രിലിമിനറി കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി കോഡേഴ്സ് ഒരു റഫ് അല്ലെങ്കിൽ ജനറൽ കോഡ്സ് ആണ് അസൈൻ ചെയ്യുന്നത്. അത് ഫൈനൽ ആയിരിക്കില്ല, ജസ്റ്റ് ഡാറ്റേനെ കൺസൈസ് ചെയ്യാൻ മാത്രമാണ് ഇത് ഹെൽപ്പ് ചെയ്യുക. പിന്നീട് കോഡ്സിനെ ഫൈനൽ കാറ്റഗറീസിലോട്ട് റിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫൈനൽ കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്തതിന് ശേഷം റിഫൈൻഡ് കോഡ്സ് ആണ് പാറ്റേൺസ് ഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ ഫൈനൽ കോഡ്സ് ആണ് ബേസിസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് അനാലിസിസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് കോഡ്സ്, പ്രിലിമിനറി കോഡ്സും ഫൈനൽ കോഡ്സും. ഇനി എങ്ങനെ ഡാറ്റ കോഡിംഗ് യൂസ് ചെയ്യാം? ഡാറ്റ കോഡിംഗ് യൂസ് ചെയ്യാൻ മെയിനായിട്ട് 5 സ്റ്റെപ്പാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് റോ ഡാറ്റേനെ റിവ്യൂ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പാണ് പ്രിലിമിനറി കോഡ് അസൈൻ ചെയ്യുക. തേർഡ് സ്റ്റെപ്പാണ് ഫൈനൽ കോഡ്സിലോട്ട് റിഫൈൻ ചെയ്യുക. ഡ്യൂപ്ലിക്കേഷൻ, ഓവർലാപ്പ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ്സ് യൂസ് ചെയ്ത് റെസ്പോൺസസിനെ കാറ്റഗറൈസ് ചെയ്യുക, ക്വാണ്ടിഫൈ ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്ത് ഡാറ്റ അനലൈസ് ചെയ്യുക. ഇതാണ് ഡാറ്റ കോഡിംഗ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് 5 സ്റ്റെപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത് ടാബുലേഷൻ ഓഫ് ഡാറ്റ. ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റേനെ കോളം, റോയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റിനെയാണ് ടാബുലേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുക. ഡാറ്റേനെ റോസും കോളും ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പാരിസൺ, അനാലിസിസിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യനറീസിനും അങ്ങനെ നമുക്ക് കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവുമല്ലോ, ആ ഡാറ്റേനെ ഒരു ലിസ്റ്റ് ഓഫ് നീഡഡ് ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടാബുലേഷൻ ഓഫ് ഡാറ്റ. ഇനി ടാബുലേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ഡാറ്റേനെ സിംപ്ലിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കമ്പാരിസണിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഡാറ്റയ്ക്ക് ഒരു ഐഡൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പാറ്റേൺ റിവീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ടാബുലേഷൻ കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ്. പാർട്ട് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിന് 7 മെയിൻ പാർട്സ് ആണുള്ളത്. ടേബിൾ നമ്പർ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഒരു ടേബിളിന് ഒരു ടേബിൾ നമ്പർ ഉണ്ടായിരിക്കും. ടേബിളിന് ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കും. ടേബിൾ നമ്പർ എന്തിനു വേണ്ടിയിട്ടാണ്? ഈസി റെഫറൻസിന് വേണ്ടിയിട്ടാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ടേബിളിന് ഒരു ടൈറ്റിൽ ഉണ്ട്, അത് ആ ടേബിൾ എന്തിനെ പറ്റിയിട്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ കോളത്തിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ ചെറിയൊരു ഹെഡിങ്സ് ഒക്കെ എഴുതില്ലേ? ഇപ്പോൾ സീരിയൽ നമ്പർ, എന്താണ് സബ്ജക്റ്റ്, അതിനെപ്പറ്റി നമ്മൾ എന്താ എഴുതുന്നതെന്നൊക്കെ ഒരു സ്മോൾ ഹെഡിങ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എബവ് കോളം കൊടുക്കുന്നതിനെയാണ് ക്യാപ്ഷൻ എന്ന് പറയാം. കോളം ഹെഡിങ്, ഓരോ കോളത്തിലും കൊടുക്കുന്ന വെർട്ടിക്കൽ കോളത്തിലുള്ള ടൈറ്റിൽസ് ആണ് കോളം ഹെഡിങ്. ബോഡി ഓഫ് ദ ടേബിൾ.
ബോഡി ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ കണ്ടന്റ്. ന്യൂമറിക്കൽ ഡാറ്റയാണ്, അത് റോസിലും കോളത്തിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹെഡ് നോട്ട്സ് ഉണ്ട്, അത് എക്സ്പ്ലനറി നോട്ട്സ് ബിലോ ദ ടൈറ്റിലാണ്. ഫുട് നോട്ട്സ് ഉണ്ട്, അഡീഷണൽ ഇൻഫോർമേഷൻ ഗിവൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ ടേബിൾ. അപ്പോൾ ഇത്രയും പാർട്സ് ആണ് ടേബിളിനുള്ളത്. ഇനി ടൈപ്സ് ഓഫ് ടേബുലേഷൻ. 2 ടൈപ്പാണ് ടേബുലേഷൻ ഉള്ളത്. സിമ്പിൾ ടാബുലേഷനും ഉണ്ട്, കോംപ്ലക്സ് ടാബുലേഷനും ഉണ്ട്. സിമ്പിൾ ടാബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഒരു വേരിയബിളിനെ മാത്രമാണ് റിലേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ബൈ ജെൻഡർ. കോംപ്ലക്സ് ടാബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിൽ കൂടുതലോ വേരിയബിൾസിനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ബൈ ജെൻഡർ ആൻഡ് ഏജ് ഗ്രൂപ്പ്. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് ടാബുലേഷൻ. സിമ്പിൾ ടാബുലേഷനുണ്ട്, കോംപ്ലക്സ് ടാബുലേഷനുണ്ട്. യൂണിവേരിയേറ്റ് ടാബുലേഷനുണ്ട്, ബൈവാരിയേറ്റ് അല്ലെങ്കിൽ മൾട്ടി വാരിയേറ്റ് ടാബുലേഷൻ ഉണ്ട്. യൂണിവാരിയേറ്റ് ടാബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിൻ്റെയോ ഒരു വാരിയബിളിൻ്റെയോ റെസ്പോൺസിനെ മാത്രമാണ് കൗണ്ട് ചെയ്യുള്ളൂ. അത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ റിസൾട്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് നമ്പർ ഓഫ് പീപ്പിൾ പ്രിഫറിങ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് ടീ. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വാരിയബിളിൻ്റെ റെസ്പോൺസസിനെയാണ് അവിടെ കൗണ്ട് ചെയ്യുന്നത്. അതാണ് യൂണി വാരിയേറ്റ് ടാബുലേഷൻ. അടുത്തത് ബൈ വാരിയേറ്റ് അല്ലെങ്കിൽ മൾട്ടി വാരിയേറ്റ് ടാബുലേഷൻ. 2 അതിൽ കൂടുതലോ ക്വസ്റ്റ്യൻസിൻ്റെ റെസ്പോൺസസിനെ സൈമൾട്ടേനിയസ് ടാബുലേഷനാണ് ബൈ വാരിയേറ്റ് അല്ലെങ്കിൽ മൾട്ടി വാരിയേറ്റ് ടാബുലേഷനിൽ പറയുന്നത്. 2 വാരിയബിൾസിന് അല്ലെങ്കിൽ പല വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതോ കമ്പാരിസൺ ചെയ്യുന്നതാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്പർ ഓഫ് പീപ്പിൾ പ്രിഫറിങ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് ടീ ബൈ ജെൻഡർ. അപ്പോൾ ഇതാണ് യൂണിവാരിയേറ്റ് വേഴ്സസ് ബൈ വാരിയേറ്റ് ഓർ മൾട്ടി വാരിയേറ്റ് ടാബുലേഷൻ. ഡാറ്റ പ്രസൻറ്റേഷൻ. ഡാറ്റ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഡാറ്റേനെ ക്ലിയർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് വേയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, അതിനാണ് ഡാറ്റ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. 3 രീതിക്ക് നമുക്ക് മെയിനായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ആദ്യത്തെയാണ് ടെക്സ്റ്റ്. അതായത് ഡാറ്റ സെൻറ്റൻസസിലും പാരഗ്രാഫിലും പ്രസൻറ്റ് ചെയ്യാം. അത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ കേസിൽ ടെക്സ്റ്റൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് പ്രപ്പോർഷൻ, റേഷ്യോ, ടേബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അടുത്ത ടൈപ്പാണ് ടേബിൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കലി റോസും കോളംസ് ഒക്കെ യൂസ് ചെയ്ത് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിനും ഈസി കമ്പാരിസണിനും വേണ്ടിയിട്ട് ടാബിൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 3ാമത്തെയാണ് ഫിഗേഴ്സ്. അപ്പോൾ ടെക്സ്റ്റ്, ടേബിൾ, ഫിഗർ 3 രീതിക്ക് നമുക്ക് ഡാറ്റ പ്രസൻറ്റ് ചെയ്യാം. എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ടേബിൾ. ഒരു ഗുഡ് ടേബിൾ എങ്ങനെയൊക്കെ ആയിരിക്കണം? അതിന് ടേബിൾ നമ്പർ ഉണ്ടായിരിക്കണം, ടേബിളിന് ടൈറ്റിൽ ഉണ്ടായിരിക്കണം, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റഡി സബ്ജക്ട്സ്, ടേബിളിൻ്റെ പ്രോപ്പർ കൺസ്ട്രക്ഷൻ ആയിരിക്കണം, കോളത്തിനും റോനും ഹെഡിങ് ഉണ്ടായിരിക്കണം, ഒരു ലോജിക്കൽ സീക്വൻസ്, ഫുട് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ അതും വേണം. ഇതൊക്കെയാണ് ഒരു ഗുഡ് ടേബിളിൻ്റെ എസെൻഷ്യൽസ്. അപ്പോൾ എത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് കോഡിങ്, പർപ്പസ്, ഡെഫിനിഷൻ ഓഫ് കോഡ്, പ്രോസസ് ഓഫ് ഡാറ്റ കോഡിങ്, അതിൽ 2 ടൈപ്പ് കോഡ്സ്, എങ്ങനെ ഡാറ്റ കോഡിങ് യൂസ് ചെയ്യാം, ഡാറ്റേൻ്റെ ടാബുലേഷൻ, സിഗ്നിഫിക്കൻസ് ഓഫ് ടാബുലേഷൻ, പാർട്സ് ഓഫ് എ ടേബിൾ, ടൈപ്സ് ഓഫ് ടാബുലേഷൻ, അതിൽ തന്നെ സിമ്പിളും ഉണ്ട്, കോംപ്ലക്സും ഉണ്ട്, യൂണിവേരിയേറ്റ് ഉണ്ട്, ബൈവാരിയേറ്റ് അല്ലെങ്കിൽ മൾട്ടിവേരിയേറ്റ് ടാബുലേഷൻ ഉണ്ട്, ഡാറ്റ പ്രസൻറ്റേഷൻ ഉണ്ട്, ടൈപ്സ് ഓഫ് ഡാറ്റ പ്രസൻറ്റേഷൻ, എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ടേബിൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോഡിങ്ങിലും ടാബുലേഷനിലും ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.